അയ്യോ, രാജാവ് സാർ രാവിലെ വന്നിരുന്നോ? എന്നിട്ട് ഇവിടെ വീട്ടിൽ കയറാതെ പോയത് ശരിയായില്ല കേട്ടോ. കുറച്ച് അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു സരോജമ്മേ, അതുകൊണ്ടാ. ആ ശരിയാണ് കേട്ടോ, ഞാനും വൈകിട്ട് എത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും രാജാറും വലിയ തിരക്കിലാണെന്നാ പറഞ്ഞത്. അമ്മേ, നമുക്കിറങ്ങണ്ടേ? സമയം ഒരുപാട് വൈകി. എങ്കി അമ്മ ഇറങ്ങട്ടെ മോളെ. സരോജം, ശ്രീലക്ഷ്മി എത്രയും വേഗം രവിയുടെ കയ്യിൽ ഏൽപ്പിച്ച് വീട്ടിലേക്ക് വിടണം. നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരികയും വേണം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ, മൈ സ്വീറ്റ് സിസ്റ്റർ. ബൈ ശ്രീലക്ഷ്മി. ബൈ സുഷങ്ങളെ. അപ്പൊ അമ്മ പറഞ്ഞ പോലെ ചേട്ടായുടെയും ശ്രീലക്ഷ്മിയുടെയും കൂടെ അങ്ങ് വന്നേക്കണം. നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാന്നേ. ശരി മോളെ. പോകാം. ടാറ്റാ. പോയിട്ട് വരാം. ശരി. എന്റെ ദൈവമേ, ഇത്രയും നല്ല മനുഷ്യരുടെ കുടുംബത്തിൽ ജീവിക്കാൻ എന്റെ മോൾക്ക് ഭാഗ്യം തന്നതിന് നിനക്ക് നന്ദി. പക്ഷേ ഈ അച്ഛൻ മകളെ പിരിഞ്ഞ് ഇതുവരെ ജീവിച്ചിട്ടില്ല. എന്റെ മകളാണ് എനിക്കല്ല. അവളിൽ നിന്നും മാറി അകന്നു നിൽക്കാനുള്ള ശക്തി ഈ അച്ഛൻ തരണേ ഈശ്വര. നിൽക്ക്. എല്ലാം അപ്രതീക്ഷിതം അല്ലേ ത്രിവിക്രമ? ഇതിൽ നിന്നൊക്കെ നിനക്ക് എന്ത് മനസ്സിലായി? ഞെട്ടി നോക്കണ്ട, സംസാരിക്കുന്നത് ശ്രീലക്ഷ്മി തന്നെയാണ്. നീ ഇതുവരെ കാണാത്തൊരു ശ്രീലക്ഷ്മി. വേണ്ട, നീ ഒരക്ഷരം സംസാരിക്കരുത്. നീ പറയുന്നത് കേൾക്കാനല്ല ഞാൻ വന്നത്. ഇന്ന് ഞാൻ പറയുന്നത് നീ കേൾക്കും. ഒളിഞ്ഞും മറഞ്ഞും ഇരുട്ടിലും മാത്രം ദ്രോഹം ചെയ്ത ശീലമുള്ള നിന്റെ മുന്നിൽ ഞാൻ നേർക്കുനേർ വന്നത് കണക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നീ എന്റെ പാവ അച്ഛനോടും അമ്മയോടും ചെയ്തതും എന്നോട് ചെയ്തതും എല്ലാം ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് ക്ഷമിക്കുകയാണ്. ആരോടും ഒന്നും പറയാനാവാതെ, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാവാതെ നീ ഇങ്ങനെ നരകിക്കരുത്. ഇനി എന്റെ പേടി സ്വപ്നങ്ങളിലോ ഓർമ്മകളിലോ പോലും നീ ഉണ്ടാവരുത്. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാൻ നിനങ്ങ് പറഞ്ഞുവിടാൻ പോവാ. ഈ കോളനി നിന്നല്ല, എവിടേക്കാണെന്നോ? എന്റെ കല്യാണ ദിവസം നീ എന്നെ പറഞ്ഞുവിടാൻ നോക്കിയില്ലേ? അവിടേക്ക്. ദാഹിച്ച എനിക്ക് എന്റെ അമ്മയുടെ കയ്യിൽ വെള്ളം കൊടുത്തു വിട്ടല്ലേ എന്നെ നീ പറഞ്ഞുവിടാൻ നോക്കിയത്? ആ നിന്നെ വെള്ളം കുടിപ്പിച്ച് തന്നെയാ ഞാൻ യാത്രയാക്കാൻ പോകുന്നത്.
അന്ത്യാഭിലാഷങ്ങൾക്ക് പോലും അവസരം തരാതെ ഞാൻ നിന്റെ ജീവൻ എടുക്കാൻ പോവാ. ഗുഡ് ബൈ ത്രിവിക്രമ. ഈ ചുഴിയിൽ അവസാന ശ്വാസം പോകുന്നവരെ നീ ചെയ്തതോർത്ത് നിനക്ക് പശ്ചാത്തപിക്കാം. സുദർശനും കുടുംബത്തിനും ഈ ഭൂമിയിൽ ആകെയുള്ള ശത്രുവിന്റെ അന്ത്യം. അയ്യോ അയ്യോ ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? എന്താ പറ്റിയേ? സ്വപ്നം വല്ലതും കണ്ടോ? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടന്നിട്ടാ സ്വപ്നം കാണുന്നത്. ചേട്ടൻ കിടന്നോ? സ്വപ്നമല്ലേ, സാരമില്ല. ദൈവമേ, രക്ഷപ്പെട്ടു. കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റിയല്ലോ. ചേട്ടൻ പ്രാർത്ഥിച്ചിട്ട് കിടക്ക്. ഈ ചുഴിയിൽ അവസാന ശ്വാസം പോകുന്നവരെ നീ ചെയ്തതോർത്ത് നിനക്ക് പശ്ചാത്തപിക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു അല്ലേ? ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി തീർത്ഥാടനം നല്ല മാർഗമാണ്. അതെ, രവിക്കുഞ്ഞിന്റെ വിവാഹത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ക്ഷേത്രങ്ങളിൽ ചെറിയൊരു തീർത്ഥാടനം പോലുള്ള യാത്ര. എല്ലാം മംഗളമായി നടന്നു എന്നറിഞ്ഞപ്പോ യാത്ര മതിയാക്കി തിരികെ വരുന്ന വഴിയാ. ഏതൊരു ഗ്രഹണത്തിനും ഒരു സമയപരിധിയുണ്ട്. ആ സമയം കഴിയുമ്പോ ഇരുട്ടിന്റെ മറവിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വന്നേ കഴിയൂ. അതുവരെ അവരുടെ നാട്യങ്ങൾക്ക് ഫലമുണ്ടാവൂ. എല്ലാ നാട്യങ്ങൾക്ക് പിന്നിലും ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരാളുടെ തലയിലെഴുത്ത് മാറ്റാൻ തക്കവണ്ണം ഈ ലോകത്തിലാകെയുള്ള പ്രതിവിധി പ്രാർത്ഥനയാണ്. ഒരു പരിധിവരെ ആപത്തുകൾ അകന്നു നിൽക്കും. വിവാഹം നടക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ ചില പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടായെങ്കിലും നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ അത് നടന്നു. എന്നാൽ ജീവൻ തന്നെ അപഹരിക്കുമാം വിധം മരണത്തോട് മല്ലടിക്കേണ്ടി വന്നു ഭർതൃമതിക്ക്. അതിനെ വിധിയെന്നോ ഈശ്വര നിശ്ചയമെന്നോ വിളിക്കാം. ഈശ്വരന് ഒരു നിശ്ചയമുണ്ട്, മനുഷ്യനാൽ ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു നിശ്ചയം.
ആ നിശ്ചയത്തിനൊരിക്കലും ചലനം സംഭവിക്കില്ല. താങ്കളുടെ പ്രാർത്ഥനകളും ക്ഷേത്രദർശനങ്ങളും ഒരു പരിധിവരെ ഗായത്രി ദേവിയമ്മയുടെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കും. എന്നാൽ ഈശ്വരൻ തന്റെ മഹത്തായ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളിൽ ചിലത് നിഷ്ഫലമായി വന്നേക്കാം. ഈ പ്രപഞ്ചത്തിൽ നേരിട്ട് കാണാത്ത ഒന്നിനെയും വിശ്വസിക്കാത്ത മനുഷ്യൻ അനുഭവത്തിലൂടെ ചിലത് കാണുകയും അറിയുകയും ചെയ്യും. അതുപോലെ രാജനന്ദിനി വിലാസം എന്ന ഭവനത്തിലും അനുഭവങ്ങൾ വരാൻ പോകുന്നു. എണ്ണം പറഞ്ഞ് ഓരോരുത്തരായി നശിക്കാൻ വരെ കാരണമാകുന്ന സന്ദർഭങ്ങൾ സംജാതമാകാൻ പോകുന്നു. അതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ ഓരോ പ്രാർത്ഥനകൾക്കും കഴിയും. താങ്കളുടെ ഈ തീർത്ഥാടനവും അതിനുള്ള മാർഗമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഈശ്വര്യമ്മ പറഞ്ഞു വരുന്നത് ആ കുടുംബം ഇല്ലാതാകാൻ പോവാന്നാണോ? കുറെ പാവങ്ങൾ ജീവിക്കുന്ന ആ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ എന്താ ഈശ്വര്യമ്മയെ കാരണം? അതിൽ നിന്നൊരിക്കലും ഒരു മോചനം അവർക്കില്ലേ? ഉണ്ട്. ആ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്ന മഹാലക്ഷ്മിക്ക് എന്തിനേയും തടഞ്ഞു നിർത്തുവാനുള്ള ശക്തിയുണ്ട്. മനുഷ്യന്റെയും പരമാത്മാവിന്റെയും ഇരുമടങ്ങ് ശക്തി ഇനി ആ കുടുംബത്തിൽ പ്രതിഫലിക്കും. ഗ്രഹണങ്ങളുടെയും ഗ്രഹനിലയുടെയും കണക്ക് പ്രകാരം സമയം അതിക്രമിച്ചിരിക്കുന്നു. അവളിലൂടെയുള്ള രക്ഷയ്ക്ക് ഇനിയും കാലതാമസമുണ്ടായാൽ ആപത്തുകൾ ആ വീടിന്റെ പടി കയറി വരും. തുടരെ അതിന് തെല്ലുമിട കൊടുക്കാതെ ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ അവളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളുക. പിന്നെ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കർമ്മശുദ്ധിയോടും കൂടിയായിരുന്നു താങ്കളുടെ ഈ യാത്രയെങ്കിൽ അതിനുള്ള ഫലം കണ്ടിരിക്കും. നല്ലത് മാത്രം സംഭവിക്കട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി. എഴുന്നേറ്റോളൂ. ഡോക്ടർ, ഡോണ്ട് വരി സർ, ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇനി ഒന്നും പേടിക്കാനില്ല. പൾസൊക്കെ ഇപ്പൊ നോർമൽ ആണ്. താങ്ക് യു ഡോക്ടർ. മെഡിസിൻ 2 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യണം. 2 ദിവസം കൂടി പൂർണ്ണമായി റെസ്റ്റ് എടുക്കണം. ശരി ഡോക്ടർ. മെന്റൽ ടെൻഷനും വർക്ക് പ്രഷറും ഒക്കെ അവോയ്ഡ് ചെയ്യണം. ശരി ഡോക്ടർ. അല്ല സാറേ, ആഹാരമൊക്കെ എല്ലാം കഴിക്കാം, പക്ഷെ ഉപ്പും എണ്ണയിൽ വറുത്ത സാധനങ്ങളും അധികം കഴിക്കണ്ട. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തോടാ. മിറാക്കിളല്ലേ സംഭവിച്ചത്. ഇപ്പൊ നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ശ്രീലക്ഷ്മി സുഖം പ്രാപിച്ചു. അതിന്റെ കാരണം നിങ്ങൾ എല്ലാവരും ശ്രീലക്ഷ്മിക്ക് കൊടുത്ത പ്രത്യേക കെയർ തന്നെയാണ്. ഞങ്ങളല്ല ഡോക്ടറെ, ശരിക്കും രവി സാറിന് സാമീപ്യം തന്നെയാ അതിന് കാരണം. സാറ് മോളുടെ അടുത്ത് സദാസമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലും മോളെ ഇങ്ങനെ നോക്കിയിട്ടില്ല. അതെ ഡോക്ടറെ, രവി സാർ അത്രയ്ക്ക് കാര്യമായിട്ടാ മോളെ നോക്കിയത്.
ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് ശ്രീലക്ഷ്മിയുടെ ഭാഗ്യ. സർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്ത് എന്നെ വിളിച്ചാൽ മതി. ഓ, താങ്ക് യു. ശരി. രാജാറാം, ഡോക്ടർ ഒന്നോട്ട് പ്ലീസ്. സാർ, മോൾ ഇത്രയും പെട്ടെന്ന് സുഖാവെന്ന് ഞങ്ങൾ കരുതിയില്ല. ഡോക്ടർ എന്ന മരുന്നിനേക്കാളും സാറ് നൽകിയ സ്നേഹമാണ് മോളെ നമുക്ക് തിരിച്ചു കിട്ടിയത്. അയ്യോ, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞാനെന്തോ വലിയ കാര്യം ചെയ്ത പോലാണല്ലോ. ശ്രീലക്ഷ്മി എന്റെ ഭാര്യയാണ്. ഭാര്യയെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ കടമയല്ലേ? ഞാനത് ചെയ്തു, അത്രേ ഉള്ളൂ. സാറിന് ഞങ്ങൾക്ക് കിട്ടിയതും മോൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതും എല്ലാം കരിക്കൊത്തിയമ്മയുടെ അനുഗ്രഹ. ആന്റി പറഞ്ഞത് നേരാ. ശ്രീലക്ഷ്മി കാരണം സാറിനെ പോലെ ഒരാളെ ഈ നീരേറ്റ് കോളനിയിൽ കിട്ടിയില്ലേ? അപ്പോ ഞങ്ങളും ഭാഗ്യമുള്ളവരാ. ശരിയപ്പോ ഞാൻ പോയിട്ട് വരാം. ശ്രീയുടെ കാര്യം അറിയാൻ ദീപു അവിടെ കാത്തിരിക്കുകയാണ്. ശ്രീലക്ഷ്മി, ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടരുത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. എനിക്ക് കുറച്ച് പണിയുണ്ട്. പോയിട്ട് ഞാൻ വൈകിട്ട് വരാം. അയ്യോ, സാറ് പോവാണോ? അതെ സരോജമ്മേ. എത്ര ദിവസം രാജാറാമൻ സാൻഡ്രയും കൂടെ ഓഫീസ് മാനേജ് ചെയ്യുന്നു. ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയ അവർക്കൊരു ആശ്വാസവും. കുറെ പെൻഡിങ് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ശ്രീലക്ഷ്മി ഇനി സരോജാമ്മയും ശ്രീലക്ഷ്മിയുടെ അച്ഛനും വേണം നോക്കാൻ. സമയത്തിന് ആഹാരവും ടാബ്ലറ്റ്സും കൊടുക്കാൻ മറക്കണ്ട. ടിവിയും മൊബൈലും അധിക സമയം നോക്കാൻ സമ്മതിക്കണ്ട. അതുപോലെ തന്നെ ഐസ്ക്രീമും ജങ്ക് ഫുഡും ഒന്നും കഴിക്കാൻ അനുവദിക്കണ്ട. നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്താ രവി, സ്വന്തം മകളെ എങ്ങനെ നോക്കണമെന്ന് അച്ഛനമ്മമാരെ പഠിപ്പിച്ചു കൊടുക്കണോ? അതൊക്കെ അവർ നോക്കിക്കോളും. അയ്യോ രാജാവ് സാറേ, ശ്രീ ഇപ്പൊ ഞങ്ങളുടെ മോള് മാത്രല്ലല്ലോ, സാറിന്റെ ഭാര്യ കൂടിയല്ലേ. അതാണ് ഇത്രയും ശ്രദ്ധ. ഓ സാറേ, സാറ് സമാധാനായിട്ട് പോയിട്ട് വാ. ശ്രീയെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. ശരി സാർ. ശ്രീലക്ഷ്മി, ഞാൻ വിളിക്കാം. സർ, നാളെ മുതൽ ഞാനും ഓഫീസിലേക്ക് വരട്ടെ. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ശ്രീലക്ഷ്മി, ഡോക്ടർ പറഞ്ഞു താൻ ആദ്യം കേട്ടതല്ലേ? റെസ്റ്റ് എടുക്കണ്ടേ? ആദ്യം ഡോക്ടർ പറഞ്ഞത് പേഷ്യന്റ് അനുസരിക്കണം. എന്നാലേ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലമുണ്ടാവും. ഇനി അഥവാ തനിക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണയും ദീപുമായിട്ട് സംസാരിക്കും. ഓക്കെ? ശരി സർ. ഗുഡ് ഗേൾ, ടേക്ക് കെയർ. അപ്പോ ഞങ്ങൾ ഇറങ്ങാം. ആയിക്കോട്ടെ. വേണ്ട വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. ശ്രീലക്ഷ്മിയുടെ അടുത്തിരുന്നു. സാറ് പോയതിന്റെ വിഷമം.